മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പേര് പോലെ തന്നെ നനച്ചുളി. എന്നും കുളിക്കുന്നത് അല്ല, എന്നും ക്ലീൻ ചെയ്യണതാണെങ്കിലും റമദാനാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ക്ലീനിങ് ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഈ സൈഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇതുമുള്ളതൊക്കെ ഓരോന്നോരോന്നായിട്ട് മേലക്കും മേലെന്നുള്ളതൊക്കെ താഴത്തേക്കൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കർട്ടനാണ് അഴിക്കാൻ പോണത്. കർട്ടൻ അഴിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചത്. ഡ്രസ്സ് പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയിൽ സലീം കുമാറിൻ്റെ ഡ്രസ്സ് പോലെ ഉണ്ട് സംഭവം. ഇത് ഫാനിട്ടിട്ട് പാറിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അത് അഴിച്ചതിന് ശേഷം അതുമുള്ള പിന്നൊക്കെ ഊരി ഒരു ഭാഗത്തേക്ക് മാറ്റി ക്ലീനിങ്ങിനിട്ട് അത് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായി ഞാൻ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് അഴിക്കുക എന്നുള്ളത് ഭയങ്കര എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്, ഈ കർട്ടൻ്റെ ഈ പരിപാടി. അങ്ങനെ അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ സെറ്റൊക്കെ അതുമെന്ന് അഴിച്ച് മാറ്റുന്നു. സെറ്റിൻ്റെ എല്ലാ ഇതും അതുമെന്ന് അഴിച്ച് മാറ്റിയിട്ട് അതൊന്ന് ഞാൻ കുറച്ച് നേരം അങ്ങ് പുറത്തേക്ക് വെക്കുകയാണ്. ഇതൊക്കെ ഒന്ന് കഴുകണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റണത്. എവിടുന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായത് കാരണേ ഏത് സൈഡാണ് ഫസ്റ്റ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കണം. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനലും വന്ന് ആദ്യം ഇതാക്കും, അത് കഴിഞ്ഞ് സെറ്റുമ്പോൾ ഒന്ന് പിടിക്കും. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു മേലെന്ന് തന്നെ തുടങ്ങാമെന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ആളുണ്ട്, ഒരാൾ കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ പണിയുടെ സ്പീഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ മുഖം കവർ ചെയ്ത്, കാരണം എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ്. പൊടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അന്നത്തെ ഒരാഴ്ചത്തെ ദിവസം അതുമ്മ പോവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ ഫേസൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഷോളൊക്കെ ഇട്ട് ആദ്യം അവൻ മേലെന്ന് അടിച്ചതൊക്കെ ഞാൻ താഴത്ത് ഇതാക്കിയില്ലെങ്കിൽ വെള്ളമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ ഇതായിപ്പോവും. അപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ആദ്യത്തിന് ശേഷമല്ല മേലെ പോയിട്ട് ഇതിൻ്റെ ഓരോ ഇതും തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ടാണ് കഴുകിക്കൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് സോപ്പൊന്നും ഇട്ട് കഴുകാനുള്ള മൂഡുണ്ടായില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപിടിയായിരുന്നേ. ഞാനൊന്നെടുക്കുമ്പോൾ അടുത്ത ആൾ വന്നിട്ട് അതെടുക്കും. ലാസ്റ്റ് ഇന്നിപ്പോൾ എല്ലാം തുടയ്ക്കണുള്ളൂ ഞാൻ. ഇല്ലെങ്കിൽ പൊതുവെ ഞാൻ സോപ്പിട്ട് കഴുകാറാണ്, എല്ലാം സോപ്പിട്ട് കഴുകിയിട്ടാണ് എടുക്കാറ്. ഇന്ന് അതിന് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ ശരിക്കും എടുത്ത് പെട്ടതാണ്, മണ്ടേ എടുത്താൽ മതിയായിരുന്നു, പക്ഷേ ഏതോ ഒരു ബുദ്ധിമോശത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പം എനിക്ക് ആകെ പണിയായി. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരൊറ്റ സൈഡ് കവർ ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് കഴുകൽ ഭയങ്കര ഇതാണ്, കാരണം കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെയൊക്കെ ഇവിടെ നിറയെ പൊടിയായിരിക്കും. അപ്പോൾ സോപ്പിട്ട് കഴുകിയാൽ കഴിഞ്ഞാൽ ഒരു സമാധാനമായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാണ് കവർ ചെയ്യണത്. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കഴുകി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ മേലെ എൻ്റെ അസിസ്റ്റൻറ്റും ഉണ്ട്. ഞാനും അസിസ്റ്റൻറ്റും ഇടയ്ക്കിടയ്ക്ക് നല്ല അംഗം തന്നെയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഞങ്ങൾ രണ്ടാളും കൂടി തമ്മിലുള്ള തല്ല് നടക്കുന്നത്. ഞാൻ പണി എവിടെയാണ് എടുക്കണതെന്ന് വെച്ചാൽ മുകളിലേക്കാണ് എൻ്റെ കണ്ണൊക്കെ പോണത്. ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. മുകളിൽ പോയ ആൾ മുകളിൽ തന്നെയാണ്, താഴത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ ഈ ബക്കറ്റൊക്കെ ആയിട്ട് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഓരോന്നും ലാസ്റ്റ് വരെ തേച്ച് കഴുകി ഇങ്ങോട്ട് ഇറക്കി. ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരൊറ്റ പണി മതി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനിയുള്ളത് ഞാൻ മണ്ടേ തുടങ്ങുള്ളൂ, കാരണം ആരും ഇല്ലാത്ത പണിയെടുക്കുന്നതാണ് ഏറ്റവും സുഖമില്ല വെച്ചാൽ തമ്മിൽ നല്ല അടിയായിരിക്കും. ഇത്രയും ചെളി ഇതുമ്പോൾ മാത്രം ഉണ്ടായി കണ്ട, ചെളിയല്ല പൊടിയായിരുന്നു, ഒടുക്കത്തെ പൊടിയാണ്. അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ട്രിപ്പിലേക്ക് ഇറങ്ങിയത് ഇതായി കാണുന്നതൊക്കെ ക്ലീൻ ചെയ്യാനായിരുന്നു. ഓരോന്നോരോന്നായിട്ടാണ് ക്ലീൻ ചെയ്യണത്. ഒരു സൈഡ് മൊത്തം ക്ലീൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. മുകളിൽ അതൊക്കെ ഓൾറെഡി ഞാൻ 2 ദിവസം മുന്നേ ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് പിന്നെ അത് തൊടണില്ല. അതിന് ശേഷമുള്ളത് മാത്രമേ എടുക്കണുള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടുപേരും വലിഞ്ഞു കയറിയ സഹായികൾ വരുമ്പോഴാണ് പ്രശ്നം. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല, സഹായത്തിന് ആൾ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെയ്യുന്ന പണി നീങ്ങില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി രണ്ടുപേരും നമ്മൾ നല്ല അടിപിടിയായിരിക്കുമേ.
അങ്ങനെ ജനൽ ഇവിടെ നിന്ന് തുടച്ചിട്ട് അതിന് ശേഷം ഞാൻ പുറത്ത് പോയി ഓരോ ചില്ലും കഴുകാമെന്ന് വിചാരിച്ച്. അപ്പം ഓരോ സൈഡ് ചെയ്യുമ്പോൾ ചെയ്യല്ലേ. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിച്ച് ജനൽ ആദ്യം തേച്ച് കഴുകിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം സത്യത്തിൽ ഞാൻ തൊട്ട് വെട്ടതാണ്, ഇന്ന് എടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ചെയ്യുമ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണി കഴിഞ്ഞിട്ട് വേഗത ഇത് ഞാനിവിടെ ചെയ്യുമ്പോൾ തന്നെ ആൾ അവിടെ ചെല്ലും, ഈ ചെളിയായതൊക്കെ എടുത്തിട്ട് അപ്പുറത്തും ഇതാക്കും. ലാസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകി. നമ്മളെന്നും ക്ലീൻ ചെയ്യണതാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം സമാധാനം ഒക്കെ വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും ചെയ്യും കേട്ടോ. അല്ലാതെ എത്ര ചെയ്താലും ആ ഒരു ഇത് കിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യണമെന്നൊക്കെ അറിയാം. ഇപ്പം ആരും അങ്ങനെ ചെയ്യാത്തവരായിട്ട് അങ്ങനെ ആരും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരുവിധം എല്ലാവരും റമദാനായി കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ഫുള്ള് തേച്ച് കഴുകി ക്ലീൻ ചെയ്ത്
വെച്ചിട്ട് ഞാൻ സ്റ്റേഷനിൽ നിങ്ങൾക്കറിയാലോ ഒരു ട്രെയിനിൽ നിങ്ങൾ ഇവിടെ പോവാം. അതെ, എനിക്ക് വീട്ടിൽ പോകണം. അത് ഞാൻ കുറച്ച് കോംപ്ലിക്കാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, നന്നായി അറിയാം. പക്ഷേ കണ്ടിട്ട് ആരെന്ന് തോന്നുന്നു. ഞാനൊരു സഹായിക്കട്ടെ. ഒരുപാട് നന്ദി. പക്ഷേ ഞാൻ ഒന്നും അത് കാര്യമില്ല. നിങ്ങളുടെ ജോലിയുടെ അറ്റാക്ക് ചെയ്തത് ഇതിന് ഞാൻ ചെയ്തത്. എന്നാൽ ശരിയാണ്. വളരെ നന്ദി. അമ്മേ, എനിക്ക് വേണമെങ്കിൽ രാജ്ഞിയെ പോലെ രാജാവിനെ പോലെയോ ഇതിനെ നോക്കോ, അത് ടോയ്ലറ്റ് നോക്കോ. അപ്പോ എക്സ്ട്രാ ബൂസ്റ്റ് ബാത്റൂം ക്ലീനർ കൊണ്ടുവരുന്നു. കടുത്ത ബാത്റൂം ക്ലീനർ ചന്ദ്രകരമായ കൂട്ടുകൂടി കാട് കൈകൾ എല്ലാവരെയും കീഴടക്കി നിങ്ങൾ വീട്ടിൽ ഒരു സഹായം കൊടുക്കാറില്ല. ഇത് മാറി കാണിക്കുന്ന സഹായമല്ല. എന്താണ് അത് ശരി പോകാം. എന്തെങ്കിലും സഹായം വേണോ? ഏയ് ഒന്നുമില്ല. അത് ഞങ്ങൾ കണ്ടെത്തിയത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് പോകാം. ഒരു മണിക്ക് എന്റെ ട്രെയിൻ ഉടനെ നിങ്ങളുടെ സഹായത്തിന് നന്ദിയാണ്. ശരി, അതൊന്നും കാര്യമില്ല. യാത്ര ചെയ്യുന്നു. പിന്നെ കാര്യം ഇനി പോയി പോകാൻ തീർച്ചയായും ഞങ്ങൾ വന്ന് കാണണം. നിങ്ങൾ വളരെ ദയവാണ്. എക്സ്ക്യൂസ് മീ, ഇപ്പൊ തന്നെ ട്രെയിൻ വരാൻ സമയം കഴിഞ്ഞല്ലോ. ലേറ്റ് ആണല്ലോ. പക്ഷെ എന്നാൽ യഥാർത്ഥ കാരണം അത് നിങ്ങൾ ഇവിടെ അറിയില്ലേ? മലയിൽ കാരണം ട്രെയിൻ എല്ലാം വളരെ സൂക്ഷിച്ചാണ് വരുന്നത്. മാത്രമല്ല ട്രാഫിക് എല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട്. നഷ്ടമാണ്. ഹലോ ഡ്രൈവർ. ഹലോ പറയൂ. ഞാൻ ഐഡിയയും റീക്കോയും വിളിക്കാൻ വന്നതാണ്. അവർ വരുന്നില്ലേ? അവരുടെ ഇല്ല. വേറെ ഒരു കാര്യം, ഞാൻ അവർ രാവിലെ ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും സത്യം. Ini